അടുത്ത തെരഞ്ഞെടുപ്പ് പാണക്കാട് തങ്ങന്മാരെ നേതൃത്വത്തിൽ അവരാഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന, അവര് പിന്തുണ നൽകുന്ന ടീം ഇവിടെ വിജയത്തിന്റെ വൈജയന്തി ഏന്തി വിജയശ്രീലാളിതരായി കേരളത്തിന്റെ ഭരണസാരിഥ്യം ഏറ്റെടുക്കും. ഇവിടുത്തെ പിണറായി സർക്കാരിനോട് വളരെ മാന്യമായ രൂപത്തിൽ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇവരും കൂട്ടിയിട്ടാണോ 11 മാസക്കാലത്തിന് ശേഷം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ നേരിടാൻ പോകുന്നത്? ഉറപ്പിച്ചോളേ, ഇവരിങ്ങളെ കുഴിയിൽ കൊണ്ടിറക്കും. ഇവരെ നമ്പാൻ പറ്റൂല കേട്ടോ, ഇവരെ വിശ്വസിക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? ഇവറ്റകളായിട്ടാണോ നിങ്ങൾ കൂടെ കൂടുന്നത്? ഉറപ്പിച്ചോളേ, അടപ്പ് തെറിക്കും. കാരണം എന്താ? ഇവർക്കല്ലെങ്കിൽ എവിടെ? ഇത് പണ്ടത്തെ കാലല്ലോ. നേതാവ് പറഞ്ഞാൽ അതിനെ ശിരസാവഹിക്കുന്ന അനുയായികൾ എത്രണ്ട്? നിങ്ങൾ പലതും പല ഗ്രൂപ്പല്ലേ, ഓരോ നേതാക്കന്മാർക്ക് അനുസരിച്ച രൂപത്തിലല്ലേ പോണ്. 500 വോട്ടെങ്കിലും ഏകീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ഏകീകരണ സ്വഭാവം നിങ്ങളെ സംഘടനയിലുണ്ടോ? നിങ്ങളെ സംഘടന പരസ്പരം തൊഴുത്തിൽ കുത്തല്ലേ? ഇവിടുന്ന് മറ്റോൻ പറയാം, അതെ മറ്റാളെ അനക്ക് അങ്ങനെ പറയാം, ഇവിടെ വേറെയാണ്, ഇവിടെ ഞങ്ങൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അപ്പൊ ഓൻ്റെ വഴിക്ക്, കൂറ്റമ്പാറ വഴിക്ക്, മമ്പാടിന്റെ വഴിക്ക്, വടശ്ശേരിയുടെ വഴിക്ക്, ഓരോരുത്തർ അവനാന്റെ വഴിക്ക്. എന്നിട്ടോ ഇവിടുന്ന് നേതാവിന്റെ പ്രഖ്യാപനം ഒന്ന് വേറെ. ഇതൊക്കെ കൂടി ആകെ അൽക്കുൽത്തായി. ഇപ്പൊ എന്തായി? ഒന്നിനെടുക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള രൂപമായി. ഇവരൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. എന്താ ഇവരൊരു പ്ലാനിങ് ആയിരുന്നു? മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ബദൽ സംവിധാനം ഇവിടെ ഉണ്ടാക്കണം. അതിന് ആര് വേണം? ഇന്റർനാഷണൽ ബിസിനസ്മാൻ. മൂപ്പർക്കൊരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ ആയിട്ട്, അതിനാണ് മൂപ്പര മരണസഞ്ചാരം അല്ല, എന്താണ് മാനവസഞ്ചാരമൊക്കെ നടത്തിയിട്ട് എല്ലാവരും നടേ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നടത്തിച്ച് നടത്തം ബാക്കിയായ വേർപ്പ് പറ്റി എന്നല്ലാണ്ട് എന്താ കാര്യം കിട്ടി? മൂപ്പരൊന്ന് കുഞ്ഞാപ്പു ആയ വെക്കിയതാ. അതിൽ നടത്തൊക്കെ ഉണ്ടായി. കാരണം സംഭവം ഇപ്പോ അങ്ങനൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ രൂപീകരിച്ചല്ലേ, അല്ല നികുതി വെട്ടിപ്പല്ല, അങ്ങനല്ല. ചെറിയ രൂപത്തിലൊക്കെ ഇങ്ങനെ ഒളിഞ്ഞു നെളിഞ്ഞൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്നാലല്ലേ ഇപ്പോ ഹോസ്പിറ്റലിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് ഒരു സുഖചികിത്സ. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞത് ഹക്കാണെന്ന് സമൂഹത്തിന് ഇങ്ങനെ ബോധ്യപ്പെടല്ലേ? ഓരോന്ന് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കല്ലേ? ഇപ്പൊ എന്തായി? എന്നിട്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മാറ്റിയിട്ട് അതിൽ എന്ത് ചെയ്യുക? ഒരു കാലത്ത് മുസ്ലിം ലീഗിനോട് ചേർന്ന് നിന്നിരുന്ന മറുവിഭാഗം സംഘടനയിൽ നിന്ന് പറ്റാവുന്ന ആളുകളെയൊക്കെ അടർത്തി മാറ്റുക. അവരൊക്കെ കൊണ്ട് അടർത്തി മാറ്റുക. അവരെ കുഞ്ഞാപ്പോയ്ക്ക് പോയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി. പൗറ്റികളും വഴിയാധാരായി. അതാ പറഞ്ഞു, ഇബറ്റിയാളെ നമ്പണ്ടാന്ന് നല്ല മലയാളത്തിൽ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞെന്നില്ലേ? ഇബറ്റിയാളെ നമ്പാൻ പറ്റൂല. കൂടെ കിടന്നവർക്കല്ലേ രാപ്പനി അറിയ. ഞങ്ങൾ 10-27 കൊല്ലം കിടന്ന ടീമല്ലേ പൊന്നാരം മാണിക്കല്ലുകളെ പറ്റികള്. അപ്പൊ ആയതുകൊണ്ട് അപ്പുറത്തെ സംഘടനക്കാരും കൊളുത്തി പിടിച്ച് വള്ളത്തിലിറക്കി. 2 കൂട്ടരും കൂടിയാണ് തീരുമാനിച്ച് മറ്റവൻ കണ്ട് കൊടുക്കുക പിന്തുണ. എന്താ ഇപ്പൊ ഉണ്ടായത്? റിസൾട്ട് വന്ന് നോക്കുമ്പോ ഇനി വരും. അത് ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നു, ഞങ്ങളുടെ ഉസ്താദിന്റെ അടുത്ത് വന്നപ്പോൾ ഞങ്ങൾ ആശീർവദിച്ചിരുന്നു, ദുആ ചെയ്ത് വിട്ടിരുന്നു, അപ്പോഴേ ഞങ്ങൾക്ക് ഉറപ്പാണ് ജയിക്കും. കണ്ടില്ലേ നിങ്ങള്? ഇതാ പറഞ്ഞ 8 കാലി മമ്മൂഞ്ഞിന്റെ അവകാശവാദം. എന്തിനു പറ്റോടോ നിങ്ങളെ? അപ്പൊ മുസ്ലിം ലീഗിന് ബദലായിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കുക. എന്നിട്ടോ അതിലേക്ക് എല്ലാ നിരീശ്വരവാദികളെയും മുക്തിവാദികളെയും എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടുക. എന്നിട്ട് വെട്ടിപ്പും തട്ടിപ്പും സുഖവാസ കേന്ദ്രമൊക്കെ നടത്താനുള്ള ഒരു സ്വൈരവിഹാരത്തിനുള്ള സംവിധാനം, അതിനുള്ളൊരു പ്ലാറ്റ്ഫോം ഇവിടെ ഒരുക്കുക. അതിനുള്ള തയ്യാറെടുപ്പിന് വേണ്ടി സാക്ഷാൽ ഇന്റർനാഷണൽ ബിസിനസ്മാൻ കിണഞ്ഞു ശ്രമിച്ചു. എന്തുണ്ടായത്? അവസാനം എന്തുണ്ടായത്? അവിടെ നമ്മളെ നിലപാടെന്താ? അതാണ് ശംസുൽ ഉലമയിൽ നമുക്ക് മാതൃകയുണ്ട്. ഇവിടെ സുന്നത്തി ജമാഅത്ത് എന്നും പറഞ്ഞിട്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാമായിരുന്നെങ്കിൽ അത് ആർക്കുണ്ടാക്കാമായിരുന്നു? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് അവർക്ക് ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ മഹാനരായ ശംസുൽ ഉലമ അവിടെ സ്വീകരിച്ച നിലപാടെന്താ? ആദർശരംഗത്ത് കറകളഞ്ഞ അഹ്ലുസുന്ന വൽ ജമാഅ, അതാണ് ഹഖായ ദീൻ. അതിൽ ഉറച്ചു നിൽക്കുക. സുന്നികൾക്കൊരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോം വേണോ? അതിന് നമുക്കിവിടെ കേരളീയ ഇസ്ലാമിക സമൂഹത്തിന് പൊതുവായി ദിശാബോധം നിർണയിക്കുന്ന
ഒരു നേതൃത്വം കേരളത്തിന് പാരമ്പര്യമുണ്ട്. അത് മഹാന്മാരായ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ സാദാത്തുക്കളാണ്. രാഷ്ട്രീയപരമായി അവര് സ്വീകരിക്കുന്ന നിലപാടിനോട് ചേർന്ന് നിൽക്കുക, ഇതാണ് മഹാനരായ ശംസുൽ ഉലമ സ്വീകരിച്ച നിലപാട്. ആ പാണക്കാട് തങ്ങളൊക്കെ കൂടി അങ്ങണ്ട് ആക്ഷേപിച്ച് പാണക്കാട് തങ്ങൾക്കെതിരെ ഒരു പ്രസ്താവനൊക്കെ അങ്ങോട്ട് ഇറക്കി, തങ്ങളൊക്കെ അങ്ങോട്ട് ഒറ്റപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് വലിയ മൂപ്പൻ ചമയാന്ന് കരുതിയിട്ട് ഈ കാന്തപുരം സമസ്തയിലെ ആൾക്കാരെ ഗതിയത് അവരൊപ്പം കൂടിയ ആൾക്കാരെ ആലോചിച്ചോളെ. ഇപ്പൊ നിങ്ങളുടെ കാര്യം എന്തായി? അപ്പൊ ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കാതിരിക്കുക. അവിടെ പാണക്കാട് സാദാത്തുക്കൾ ഒരു തീരുമാനം പറയുമ്പോ രാഷ്ട്രീയപരമായി ഇവിടെ നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ വഴി അതാണെന്ന് മഹാനരായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് അവറുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് നമുക്ക് അഭികാമ്യം. അതില് ആ വഴിയാണ് നമുക്ക് നല്ലത്. അതുകൊണ്ട് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിനെ ഈ ടീമിനെയും കൂട്ടിയിട്ടാണ് നിങ്ങൾ നേരിടാൻ പോകുന്നതെങ്കിൽ കഥ പറയാനില്ല. ഇപ്പൊ എല്ലാവർക്കും അറിയുന്നു, അടുത്ത തെരഞ്ഞെടുപ്പ് പാണക്കാട് തങ്ങന്മാരെ നേതൃത്വത്തിൽ അവരാഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന, അവര് പിന്തുണ നൽകുന്ന ടീം ഇവിടെ വിജയത്തിന്റെ വൈജയന്തി ഏന്തി വിജയശ്രീലാളിതരായി കേരളത്തിന്റെ ഭരണസാരിധ്യം ഏറ്റെടുക്കും.